ഓം ശാന്തി 4/1/2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഓർമ്മയിലൂടെയാണ് നിങ്ങളുടെ ആയുസ് വർദ്ധിക്കുന്നത്, വികർമ്മം വിനാശമാകുന്നത്. ഓർമ്മയിലിരിക്കുന്നവരുടെ അവസ്ഥ, വാക്കുകൾ, ചലനം തുടങ്ങിയവ വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഈ വിദ്യാലയത്തിലെ ഏറ്റവും മുഖ്യമായ സബ്ജക്റ്റാണ് ഓർമ്മയുടെ യാത്ര അല്ലെങ്കിൽ യോഗം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നതിനെയാണ് യോഗം അല്ലെങ്കിൽ ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നത്. ഈ യാത്രയിലൂടെയാണ് ആയുസ് വർദ്ധിക്കുന്നത്, വികർമ്മം വിനാശമാകുന്നത്. നാം ചെയ്തിട്ടുള്ള എന്ത് തന്നെ വികർമ്മമാകട്ടെ, അതിനെ നശിപ്പിക്കാനുള്ള ഏക മാർഗമാണ് ബാബയുടെ ഓർമ്മയിലിരിക്കുക എന്നത്. ഒപ്പം ആത്മാവ് എത്രത്തോളം ശുദ്ധമാകുന്നുവോ അത്രത്തോളം ആയുസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ആരാണോ ഇപ്രകാരം ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നത്, അവരുടെ പെരുമാറ്റം, അവരുടെ ചലനം, അവരുടെ മനസ്സിൻ്റെ അവസ്ഥ എല്ലാം വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. കാരണം ആരാണോ തൻ്റെ പെരുമാറ്റത്തിലും ചലനത്തിലും ശ്രദ്ധിക്കുന്നത്, അവർക്ക് മാത്രമേ ഓർമ്മയുടെ യാത്ര നിലനിർത്താൻ സാധിക്കുള്ളൂ. അതിനാൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥയും പെരുമാറ്റവും ചലനവും വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് ദേവതകളെക്കാളും കൂടുതൽ സന്തോഷമുണ്ടായിരിക്കണം. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കിപ്പോൾ വളരെ വലിയ ലോട്ടറി ലഭിച്ചിരിക്കുകയാണ്. ഭഗവാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. സത്യുഗത്തിൽ ദേവതകളെ പഠിപ്പിക്കുന്നു, ഇവിടെ മനുഷ്യരെ പഠിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ആത്മാക്കൾക്ക് സ്വയം പരമാത്മാവ് പഠിപ്പിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്വദർശന ചക്രധാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ മുഴുവൻ നോളജും ഉണ്ട്. ദേവതകളിൽ ഈ നോളജ് ഒട്ടും ഇല്ല. ദേവതകൾ ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ബ്രാഹ്മണർ. ഇവരിൽ ഏറ്റവും അധികം മഹിമയുള്ളത് ദേവതകൾക്കാണ്. എല്ലാവരും പൂജിക്കുന്നതും അവരെ തന്നെയാണ്. എന്നാൽ ബാബ പറയുന്നു, ബ്രാഹ്മണരാണ് ദേവതകളെക്കാൾ കൂടുതൽ ഉയർന്നത്. അതിനാൽ ഏറ്റവും അധികം സന്തോഷവും ബ്രാഹ്മണർക്ക് തന്നെ ആയിരിക്കണം. എന്തുകൊണ്ടാണ് ബ്രാഹ്മണർ ഇത്രയും ശ്രേഷ്ഠരായത്? എന്തുകൊണ്ടെന്നാൽ നമ്മൾ ബ്രാഹ്മണരെ പഠിപ്പിക്കുന്നത് സ്വയം ഭഗവാനാണ്. ഏറ്റവും ബുദ്ധിശാലിയായ ഭഗവാൻ പഠിപ്പിക്കുന്ന കുട്ടികളായ നമ്മൾ എത്ര തന്നെ വിവേകശൂന്യരായാലും ഭഗവാൻ പഠിപ്പിക്കുന്നതിനാൽ നാം വിവേകശാലിയായി മാറുന്നു. ഇതെത്ര ഉയർന്ന ഭാഗ്യമാണ്! ദേവീദേവതമാരെ പഠിപ്പിക്കുന്നത് ദേവീദേവതമാർ തന്നെയാണ്. ലോകത്തിൽ മനുഷ്യരെ പഠിപ്പിക്കുന്നതും മനുഷ്യർ തന്നെയാണ്. എന്നാൽ നമ്മൾ ഭാഗ്യശാലികളെ പഠിപ്പിക്കുന്നത് സ്വയം പരമാത്മാവാണ്. ഈ പഠിപ്പിലൂടെ നാം ഇപ്പോൾ സ്വദർശന ചക്രധാരി ആവുകയാണ്. സ്വദർശന ചക്രധാരി എന്നാൽ 3 കാലങ്ങളെയും അറിയുന്നവർ. ഈ സൃഷ്ടിയുടെ തുടക്കത്തിൽ എന്തായിരുന്നു, അതെങ്ങനെയാണ് മുന്നോട്ട് പോയത്, ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള സ്പഷ്ടമായ അറിവ് സ്വദർശന ചക്രധാരിയായ ബ്രാഹ്മണർക്കുണ്ട്. നമ്മൾ ആത്മാക്കളിൽ എല്ലാ അറിവും അടങ്ങിയിട്ടുണ്ട്. അറിവുള്ളവർക്കാണ് എല്ലാം പ്രാപ്തമാകുന്നത്. എന്നാൽ ദേവീദേവതമാർക്ക് ഈ അറിവ് ഒട്ടും തന്നെ ഇല്ല. ഗീതം: ഉണരൂ സജ്ജനികളെ ഉണരൂ, നവയുഗം എത്തുകയാണ്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. വികർമ്മം വിനാശമാക്കുന്നതിനും ആയുസ് വർദ്ധിപ്പിക്കുന്നതിനും ഓർമ്മയുടെ യാത്രയിൽ തീർച്ചയായും ഇരിക്കണം. ഓർമ്മയിലൂടെയാണ് പവിത്രമാകുന്നത്. ഇതിനാൽ കുറഞ്ഞത് 8 മണിക്കൂർ ഓർമ്മയുടെ ചാർട്ട് വയ്ക്കണം. 2. ദേവതകൾക്ക് സമാനം മധുരമാകണം. അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്നതിലും ഭേദം സംസാരിക്കാതിരിക്കുന്നതാണ്.
ആത്മീയവും സ്ഥൂലവുമായ സേവനം ചെയ്തുകൊണ്ട് ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ അഹോ സൗഭാഗ്യമാണ്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയിൽ തീർച്ചയായും ഇരിക്കണം. ഇതിലൂടെ വികർമ്മം വിനാശമാകുന്നു, ആയുസ് വർദ്ധിക്കുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് ശുദ്ധമാകുന്നത്. നമ്മൾ ആത്മാക്കളിൽ കഴിഞ്ഞ 63 ജന്മങ്ങളുടെ പാപഭാരം നിറയെയുണ്ട്. അതിനാൽ ബാബ പറയുന്നു, കുറഞ്ഞത് 8 മണിക്കൂറത്തേക്കെങ്കിലും ഓർമ്മയുടെ ചാർട്ട് നിലനിർത്തണം. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ദേവീ ദേവതകളെ പോലെ മാധുര്യം നിറഞ്ഞവരാകണം. ദേവീ ദേവതകൾ ആരുടെയും മോശം കാണുന്നില്ല, ചിന്തിക്കുന്നില്ല, പറയുന്നില്ല. അതുപോലെ നമ്മൾ കുട്ടികളും ഒരിക്കലും മറ്റുള്ളവരുടെ മോശമായതിനെ മനസ്സിൽ വയ്ക്കരുത്, സംസാരിക്കുകയും അരുത്. ബാബ പറയുന്നു, അനാവശ്യമായത് സംസാരിക്കുന്നതിലും ഭേദം സംസാരിക്കാതിരിക്കുക തന്നെയാണ്. ആത്മീയ സേവനം ചെയ്യുക അല്ലെങ്കിൽ സ്ഥൂലമായ സേവനം ചെയ്യുക, ബാബയുടെ ഓർമ്മയിലിരിക്കുക. ഇതിലൂടെ ഓർമ്മയുടെയും സേവനത്തിൻ്റെയും ബാലൻസ് ഉണ്ടാകുന്നു. ഈ ബാലൻസ് ഉണ്ടായി എങ്കിൽ അഹോ സൗഭാഗ്യമാണ്. വരദാനം: സേവനത്തിലിരിക്കെ കർമാതീത സ്ഥിതി അനുഭവിക്കുന്ന തപസ്വി മൂർത്തരായി ഭവിക്കട്ടെ. സമയം കുറവാണ്, സേവനം ഇപ്പോഴും വളരെയുണ്ട്. സേവനത്തിൽ തന്നെയാണ് മായയ്ക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. സേവനത്തിൽ തന്നെയാണ് സ്വഭാവ സംബന്ധങ്ങളുടെ വിസ്താരമുണ്ടാകുന്നത്, സ്വാർത്ഥതയും അടങ്ങിയിട്ടുള്ളത്. അതിനാൽ ഒരൽപ്പം ബാലൻസ് കുറവായാൽ മായ പുതിയ പുതിയ രൂപം ധരിച്ച് വരും. ഇതിനാൽ സേവനത്തിൻ്റെയും സ്വസ്ഥിതിയുടെയും ബാലൻസ് വയ്ക്കുന്നത് അഭ്യസിക്കൂ. അധികാരിയായി കർമ്മേന്ദ്രിയങ്ങളാകുന്ന ജീവനക്കാരിൽ നിന്ന് സേവനമെടുക്കൂ. മനസ്സിൽ ഒരു ബാബ, രണ്ടാമതാരുമില്ല. ഈ സ്മൃതി ഇമർജായിരിക്കണം. അപ്പോൾ പറയും, കർമാതീത അവസ്ഥയുടെ അനുഭവി തപസ്വി മൂർത്ത് എന്ന്. സേവനം ധാരാളം ചെയ്യാനുണ്ട്. സേവനം ചെയ്യുക തന്നെ വേണം. ലോകത്തിലുള്ള എല്ലാ ആത്മാക്കൾക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. അതിനാൽ സേവനം ധാരാളമുണ്ട്. എന്നാൽ സേവനത്തിലാണ് പലതരത്തിലുള്ള വിഘ്നങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത്. അത് മായയുടെ രൂപത്തിലാകട്ടെ, സ്വഭാവ സംബന്ധങ്ങളുടെ രൂപത്തിലാകട്ടെ, സ്വാർത്ഥതയുടെ രൂപത്തിലാകട്ടെ. ഒരല്പമെങ്കിലും സേവനത്തിലും സ്വസ്ഥിതിയിലും ബാലൻസ് കുറഞ്ഞുപോയി എങ്കിൽ മായ പുതിയ പുതിയ രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരും. എന്നാൽ ബാബ പറയുന്നു, അധികാരിയായി കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് സേവനമെടുത്തോളൂ. എന്നാൽ മനസ്സിൽ ഒരേ ഒരു ബാബ, രണ്ടാമതാരുമില്ല എന്ന സ്മൃതി ഇമർജ് രൂപത്തിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ കർമാതീത സ്ഥിതി അനുഭവിക്കാൻ സാധിക്കും, തപസ്വി മൂർത്തരായിരിക്കും. സ്ലോഗൻ: കാരണമാകുന്ന നെഗറ്റീവിനെ പരിഹാരമാകുന്ന പോസിറ്റീവ് ആക്കൂ. ഏത് കാര്യത്തിൽ ഉന്നതിയിലാകട്ടെ, സേവനത്തിലാകട്ടെ, തൻ്റെ ഉത്തരവാദിത്വങ്ങളിലാകട്ടെ എന്തെങ്കിലും കാരണം വരികയാണ് എന്നുണ്ടെങ്കിൽ ആ കാരണത്തെ പരിഹാരം കൊണ്ട് സമാപ്തമാക്കണം. ഇതിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവാക്കി മാറ്റുകയാണ്. ഇതിലൂടെ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കൂടുന്നു. ഓം ശാന്തി.